സാൽവേഷൻ ഇന്റർനാഷണൽ എക്സിബിഷൻ ഓൺ ഇസ്ലാം 2008 മെയ് 2 മുതൽ 11 വരെ എറണാകുളം കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് സാൽവേഷൻ ഇന്റർനാഷണൽ എക്സിബിഷൻ ഓൺ ഇസ്ലാം. ആഗോള ഇസ്ലാമിക പ്രബോധന ചരിത്രത്തിലെ ഉജ്ജ്വലമായ അധ്യായം. ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ നൂതന സിദ്ധികൾ പ്രയോജനപ്പെടുത്തി ആശയകേന്ദ്രീകൃതമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തിയ ഇന്ത്യയിലെ ശ്രദ്ധേയമായ എക്സിബിഷൻ. ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള പ്രഗത്ഭരുടെ സാന്നിധ്യത്തിൽ പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതൻ ബഹ്റൈൻ MP ഷെയ്ഖ് അലി മത്തൂർ ഉദ്ഘാടനം ചെയ്തു. വിവിധ വേദികൾ, 39 സെഷനുകൾ, 11 ദിനരാത്രങ്ങൾ. പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ സ്രഷ്ടാവിന്റെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ദ മെസ്സേജ് പവിലിയൻ. ആഴക്കടലിന്റെ അത്ഭുത കാഴ്ചയിലൂടെ പ്രപഞ്ച സ്രഷ്ടാവിന്റെ മഹാത്മ്യം വിളിച്ചറിയിച്ച ദ ഓഷ്യൻ. പ്രപഞ്ചത്തിന്റെ വിശാലതയിലൂടെ ആഗോള ദൃശ്യങ്ങളിലൂടെ സ്രഷ്ടാവിന്റെ മഹത്വം പ്രഖ്യാപിച്ച ദ യൂണിവേഴ്സ്. ഖുർആനിക പരാമർശത്തിന്റെ വെളിച്ചത്തിൽ തേനീച്ചയുടെ സൃഷ്ടിയിലും ഘടനയിലും സ്വഭാവത്തിലുമുള്ള സവിശേഷതകൾ നേരിട്ട് പഠിക്കാനുതകുന്ന ദ ഹണി ബേ. വൈകല്യങ്ങൾ വിസ്മരിച്ച് ഖുർആൻ പഠനത്തിന്റെ വൈദഗ്ധ്യം നേടിയവരുടെ പ്രത്യേക സിദ്ധികൾ പ്രദർശിപ്പിച്ച ദ ചാലഞ്ചഡ്. പൌരാണികവും പ്രാചീനവുമായ മുസ്ലിം പൈതൃകങ്ങളിലൂടെയുള്ള ചരിത്രാന്വേഷണം ദ ഹെറിറ്റേജ്. അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തരായ പ്രസാധകർ അണിനിരന്ന ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. ഇസ്ലാമിനെക്കുറിച്ച് വിശദമായി പഠിക്കാനും തെറ്റിദ്ധാരണകൾക്ക് നിവാരണം വരുത്താനും ഗൈഡൻസ് സെന്റർ. വളർന്നുവരുന്ന തലമുറയ്ക്ക് ദിശാബോധം നൽകുന്നതിനും ബഹുമുഖ പ്രശ്നങ്ങളിൽപ്പെട്ട് ജീവിതം ദുസ്സഹമായി തള്ളി നീക്കുന്നവർക്ക് പ്രായോഗിക പരിഹാരം നിർദ്ദേശിക്കുന്നതിനുമുള്ള ആശ്വാസ കേന്ദ്രമായി കൌൺസിലിംഗ് ആൻഡ് കരിയർ ഗൈഡൻസ്. ചരിത്രമുറങ്ങുന്ന കോഴിക്കോട് നഗരം വൈവിധ്യമാർന്ന ഈ പ്രബോധന സംരംഭം കൊണ്ട് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി. ജാതിമത ഭേദമന്യേ സമൂഹത്തിലെ നാനാവിഭാഗം ജനങ്ങളും സാൽവേഷൻ നഗറിലേക്കൊഴുകി. മന്ത്രിമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥ മേധാവികൾ, തൊഴിലാളികൾ, സ്ത്രീകൾ, വൃദ്ധന്മാർ, കുട്ടികൾ. പ്രഭാതം മുതൽ പാതിരാവ് വരെ 10,000 നീണ്ട ക്യൂ സാൽവേഷന്റെ മാത്രം പ്രത്യേകതയായി. തെറ്റിദ്ധാരണകൾ നീങ്ങി. പലരും അടുത്തറിയാൻ താൽപര്യപ്പെട്ടു. ചിലർ നേരിൽ ബന്ധപ്പെട്ടു. മാറ്റം അത്ഭുതകരം. പ്രബോധകർക്ക് ആശയും ആവേശവും നൽകിയ മുസ്ലിം കേരളത്തിന്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട സാൽവേഷൻ ഇന്റർനാഷണൽ എക്സിബിഷൻ ഡിസംബർ 27 സമാപിച്ചു. സംശയങ്ങൾ ദൂരീകരിക്കാൻ, കൂടുതൽ മനസ്സിലാക്കാൻ അഭ്യസ്തവിദ്യരും സാധാരണക്കാരും വീണ്ടും വീണ്ടും ബന്ധപ്പെട്ടു. കത്തുകളിലൂടെ, ഇമെയിൽ സന്ദേശങ്ങളിലൂടെ, പുസ്തകങ്ങളിലൂടെ, പ്രഗത്ഭ പ്രഭാഷകരുടെ CDകളിലൂടെ അന്വേഷണ കുതുകികളെ തൃപ്തിപ്പെടുത്തി. നേരിൽ കാണാനും കാര്യങ്ങൾ അറിയാനും അറിയിക്കാനും മുഖാമുഖം സംവദിക്കാനും ISM വീണ്ടും സാഹചര്യമൊരുക്കി. സാൽവേഷൻ തുടർ സംഗമം 2007 ഫെബ്രുവരി 18 കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ. നീചമായ ചിന്തകളെക്കുറിച്ച് പോലും അറിയാവുന്ന സർവേശ്വരനായ സട്ടാവ് അതാ വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായത്തിലെ 105-ാം വചനം അവതരിപ്പിക്കുകയാണ്. അല്ലയോ പ്രവാചകരെ, താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ യുക്തിപൂർവമായിട്ട് വിധിക്കുവാനാണ്, അതിക്രമകാരികൾക്ക് കൂട്ടുനിൽക്കുവാനല്ല എന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനത്തിലൂടെ നടക്കുന്നു. പക്ഷേ എവിടെ ദൈവം? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന ഇതിന്റെ അപ്പുറത്തുള്ള ഒരു ദൈവം എവിടെ എന്ന് ചോദിച്ചാൽ, പദാർത്ഥത്തിന്റെ ഉള്ളിലിരിക്കുന്ന പദാർത്ഥങ്ങളുടെ കൂട്ടത്തിൽ, ഈ ചരാചരങ്ങളുടെ കൂട്ടത്തിൽ വളരെ ചെറിയ ഈ കാതിലേക്ക് കടക്കുന്ന മുഴുവൻ ശബ്ദവും കേൾക്കാൻ കഴിയാത്ത ദുർബലനായ മനുഷ്യൻ കാണിക്കണം എന്ന് പഠിപ്പിച്ച പ്രവാചകൻ മനുഷ്യന്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന അതിമഹത്തായ ഇസ്ലാമിക സന്ദേശത്തിന്റെ എല്ലാ തലങ്ങളും പരിശോധിച്ചാൽ അതിലെല്ലാം അന്തർലീനമായിരിക്കുന്നത് കാരുണ്യത്തിന്റെ മഹിതമായ ആശയമാണ് എന്ന് കാണാൻ സാധിക്കും. സാൽവേഷന്റെ ഒരു ടെമ്പോ, അതുണ്ടാക്കിയിട്ടുള്ള ഒരു ചലനം ചെറുപ്പക്കാർക്കിടയിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
ഒരുപാട് ആളുകളുമായി സംവദിക്കുന്ന ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് അകന്നു നിന്നവർ പോലും അടുത്തുവന്നു, ആശംസകൾ അർപ്പിച്ചു, പ്രോത്സാഹനം നൽകി. മാനവതയുടെ മോക്ഷത്തിനു വേണ്ടി പ്രപഞ്ചനാഥൻ അവതരിപ്പിച്ച പ്രകൃതിമതത്തിന്റെ പ്രോജ്വലമായ വെളിച്ചം നാനാവിഭാഗം ജനങ്ങളിലേക്കും പ്രസരിപ്പിക്കാനുള്ള വേറിട്ട ഈ പ്രബോധന സംരംഭവുമായി മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് കുതിക്കുകയാണ്. 2008 മെയ് 2 മുതൽ 11 വരെ എറണാകുളം കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് കേരള നദുവത്തുൽ മുജാഹിദീനും പോഷക ഘടകങ്ങളായ ISM-ഉം MSM-ഉം MGM-ഉം കാലികവും ശ്രദ്ധേയവുമായ മാറ്റത്തോടെ സാൽവേഷൻ വീണ്ടും സംഘടിപ്പിക്കുന്നു. എന്താണ് ഇസ്ലാം? എന്തിനാണ് ഇസ്ലാം? ഖുർആൻ എന്തുകൊണ്ട് കാലത്തെ അതിജയിക്കുന്നു? ആരാണ് പ്രവാചകർ? മുഹമ്മദ് നബി എന്തുകൊണ്ട് മുസ്ലിങ്ങളുടെ മാത്രം പ്രവാചകനല്ല? ആരാണ് മുസ്ലിം? എന്താണ് ഇസ്ലാമിക കുടുംബത്തിന്റെ സവിശേഷത? ശാന്തിയുടെയും സമാധാനത്തിന്റെയും സമർപ്പണത്തിന്റെയും സന്ദേശം പ്രഘോഷിക്കുന്ന ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുന്നുവോ? എന്താണ് ജിഹാദ്? തീവ്രവാദവും ഭീകരവാദവും ഖുർആനിന്റെ കാഴ്ചപ്പാടെന്ത്? ജീവിതം ഇവിടെ അവസാനിക്കുമോ? പക്ഷഭേദമില്ലാത്ത മരണം ആരുടെ തീരുമാനമാണത്? മരണത്തിനപ്പുറം മറ്റൊരു ജീവിതമോ? എന്താണ് സ്വർഗം? എന്താണ് നരകം? എല്ലാം വിശദമായി പ്രതിപാദിക്കുന്നു. അനുവദനീയ മാധ്യമങ്ങളും സാങ്കേതിക വിദ്യകളുമെല്ലാം ഉപയോഗപ്പെടുത്തി ഇസ്ലാമിനെ സമഗ്രമായി പരിചയപ്പെടുത്തുന്ന ദ മെസ്സേജ് പവലിയൻ. ഇസ്ലാം സൃഷ്ടിച്ച നവോത്ഥാനവും മുസ്ലിം ലോകത്തെ നവജാഗരണ പരിശ്രമങ്ങളെയും വിശദമാക്കുന്ന റെനൈസൻസ് പവലിയൻ. മനുഷ്യ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങളും ഖുർആൻ നൽകുന്ന വെളിച്ചവും പ്രതിപാദിക്കുന്ന എംബ്രിയോളജി ഗാലറി. ഭൂമിയിൽ സൃഷ്ടികർത്താവ് നമുക്കുവേണ്ടി ഏർപ്പെടുത്തിത്തന്ന അനുഗ്രഹങ്ങളെ ഖുർആനിക വെളിച്ചത്തിൽ പഠനവിധേയമാക്കുന്ന ജിയോഗ്രഫി ഗാലറി. പ്രപഞ്ചോൽപത്തിയും വികാസവും ഖുർആനിന്റെ വെളിച്ചത്തിൽ അപഗ്രഹിക്കുന്ന ആസ്ട്രോണമി ഗാലറി. ഖുർആനിക ചരിത്രത്തിലൂടെ പ്രേക്ഷകനെ നയിക്കുന്ന ഹിസ്റ്ററി പവലിയൻ. തെറ്റിദ്ധാരണകൾ നീക്കാനും ധാരണകൾ തിരുത്താനും സംശയങ്ങൾക്ക് നേർക്കുനേരെ നിവാരണം വരുത്താനും സഹായിക്കുന്ന കൌൺസിലിംഗ് സെന്റർ. അന്താരാഷ്ട്ര പ്രശസ്തരായ പ്രസാധകർ അണിനിരക്കുന്ന ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. കൌൺസിലിംഗ് ആൻഡ് കരിയർ ഗൈഡൻസ്. വ്യത്യസ്ത വിഷയത്തിലുള്ള പ്രഭാഷണങ്ങൾ, സെമിനാറുകൾ, സമ്മേളനങ്ങൾ. ഇസ്ലാമിക പ്രബോധന രംഗത്തെ സവിശേഷമായി ഈ സംരംഭത്തിന്റെ വിജയത്തിന് താങ്കളുടെ സഹായം ആവശ്യമാണ്. നാവുകൊണ്ട്, പേനകൊണ്ട്, സമ്പത്തുകൊണ്ട്, ശരീരം കൊണ്ട് എങ്ങനെയാണോ താങ്കൾക്ക് സഹകരിക്കാൻ കഴിയുക, താങ്കളാണ് തീരുമാനിക്കേണ്ടത്. നാഥൻ അനുഗ്രഹിക്കട്ടെ.